നമസ്കാരം. മലയാള നോവൽ പ്രസ്ഥാനത്തിൽ പുതിയൊരു പാത വെട്ടിത്തുറന്ന വ്യക്തികളാണ് എം ടി വാസുദേവൻ നായരും എൻ ബി മുഹമ്മദും. ഇരുവരും ആത്മമിത്രങ്ങളായിരുന്നു. 1950കളിൽ കോഴിക്കോട്ടെ സായാഹ്ന സദസ്സുകളിലേക്ക് തന്നെ സ്ഥിരം സന്ദർശകരായിരുന്നു ഇവർ. രണ്ടുപേരും മാധ്യമരംഗത്താണ് ജോലി ചെയ്തിരുന്നത്. അന്ന് മലബാർ മേഖല കേന്ദ്രമാക്കി വൻതോതിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്ന കാലമാണ്. രണ്ടുപേരും മാധ്യമപ്രവർത്തകരായിരുന്നതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ഒരുപാട് വിവരങ്ങൾ അവർക്ക് കിട്ടുമായിരുന്നു. മാത്രമല്ല വൈകുന്നേരം ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ തന്നെ വരുന്ന പല സുഹൃത്തുക്കളും അന്ന് കോഴിക്കോട്ട് മേഖലയിലൊക്കെ തന്നെ നടക്കുന്ന ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പല കാര്യങ്ങളും പറയുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടുപേർക്കും ഒരു ചിന്ത തോന്നിയത്, ഒരു നോവൽ എഴുതിയാലോ എന്ന്, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അതിനെ ആസ്പദമാക്കി. ഇവിടെ ഈ രണ്ടുപേർക്കും ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി യാതൊരു ബന്ധവുമുള്ള ആളുകളായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിബന്ധങ്ങളിലൊന്നായി മാറിയിരുന്നത്. പലരോടും ഇവർ ചോദിച്ചു, പക്ഷേ പലരും അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ തയ്യാറായില്ല. ഒടുവിൽ കള്ളക്കടത്ത് ഉപേക്ഷിച്ച് പോയ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ചില ജീവിതാനുഭവങ്ങൾ ഇരുവരോടും പറയുന്നു. അങ്ങനെ മലയാളത്തിൽ ആദ്യമായി രണ്ട് പ്രമുഖർ ചേർന്ന് ഒരു നോവൽ എഴുതുന്നു. അതിൻ്റെ പേരാണ് അറബിപ്പൊന്ന്. എം ടി വാസുദേവൻ നായരും എൻ ബി മുഹമ്മദും ഒന്നിച്ച് ചേർന്നാണ് ഈ നോവൽ എഴുതിയത്. 1959 ഈ നോവൽ പുറത്തിറങ്ങിയത്. ആദ്യഘട്ടത്തിൽ ഇരുവരും കോഴിക്കോട്ട് ഇരുന്നാണ് ഈ നോവൽ എഴുതാൻ ശ്രമിച്ചതെങ്കിലും എഴുത്ത് ഏതോ ഭാഗത്ത് തടഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാണ് എൻ ബി പിന്നീട് പറഞ്ഞത്. പിന്നീട് ഇരുവരും ചേർന്ന് കരുവാരക്കുണ്ടിലേക്ക് യാത്രയായി. അവിടെ അവരുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ, ഒഴിഞ്ഞുകിടക്കുന്ന വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഇവർ ഈ സാഹിത്യ രചന നിർവഹിച്ചത്. അന്ന് മലയാള സാഹിത്യത്തിൽ ഇത് വലിയൊരു അത്ഭുതമായിരുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പേർ ചേർന്ന് ഒരു നോവൽ എഴുതുന്നു എന്നുള്ളത്. പിന്നീട് മലയാള സിനിമയിൽ ഒരുപാട് ഇരട്ട സംവിധായകരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇരട്ട നോവലിസ്റ്റുകൾ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് ഈ ഒരു നോവൽ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നും അറബിപ്പൊന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളെന്നായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. എൻ ബി മുഹമ്മദും ഇന്ന് നമ്മോടൊപ്പമില്ല. എം ടി വാസുദേവൻ നായരെ പോലുള്ള തൻ്റെ ഒരു ആത്മസുഹൃത്തിനൊപ്പം ഒരുമിച്ച് ഒരു നോവൽ എഴുതാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഓർമ്മയെ തന്നെയാണ് എൻ ബി മുഹമ്മദ് കാത്തു സൂക്ഷിച്ചിരുന്നത്. മലയാള സാഹിത്യ ചരിത്രം പരിശോധിക്കുന്ന പുതിയ തലമുറ ഒരുപക്ഷെ അത്ഭുതത്തോടെയായിരിക്കും ഇക്കാര്യം മനസ്സിലാക്കുന്നത്. രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു നോവൽ എഴുതി എന്നുള്ളത്. അറബിപ്പൊന്ന് എന്ന ഈ നോവൽ മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് എൻ ബി മുഹമ്മദിനെയും എം ടി വാസുദേവൻ നായരും പോലുള്ള രണ്ട് മഹാപ്രതിഭകൾ ചേർന്ന് എഴുതിയ ഒരു നോവൽ എന്ന പ്രത്യേകത.